അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കുട്ടികളെ, ഉറുദുവിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു പുതിയ സെമസ്റ്ററിൻ്റെ തുടക്കത്തിലാണ്. അള്ളാഹു നമ്മൾ എഴുതിയ എക്സാമും നമ്മുടെ അറിവിലുമെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ പഠിച്ചതെല്ലാം ഒരു സ്വാലിഹ് അമലായി അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. നല്ലൊരു റിസൾട്ട് നമുക്കേവർക്കും അള്ളാഹു സമ്മാനിക്കട്ടെ. ഏക് ഖത്ത്, ഒരു കത്ത് എന്ന ശീർഷകത്തിൽ ആണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ പാഠം. ഒരു കത്ത് എങ്ങനെ ഉറുദുവിൽ എഴുതാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഹൗദ് ഖാസ് ന്യൂഡൽഹി. ഹൗദ് ഖാസ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ഓരോ സ്ട്രീറ്റുകളെ പേരാണ്. ന്യൂഡൽഹി 17 നവംബർ 2008 അല്ലേ, 17 നവംബർ 2008. പ്യാരി നാദിറ, ഉറുദുവിൻ്റെ കത്തിൻ്റെ മറ്റൊരു ഘട്ടം. പ്യാരി നാദിറ, പ്രിയപ്പെട്ട നാദിറ. തസ്ലീം, അഭിവാദ്യങ്ങൾ അല്ലെ, ഗ്രീറ്റിങ്സ്. അത് അസ്സലാമു അലൈക്കും എന്നതിൻ്റെ ഒരു ചുരുക്കമാണ്. ഉറുദുവിൽ ഒന്നെങ്കിൽ തസ്ലീം എന്ന് കൊടുക്കും, അസ്സലാമു അലൈക്കും കൊടുക്കും, അല്ലെങ്കിൽ ആപ്പ് പർ ഹുദാക്കി സലാമത്തി ഹോ അങ്ങനെയും കൊടുക്കാറുണ്ട്. ആപ്പ് പർ ഹുദാക്കി സലാമത്തി ഹോ അങ്ങനെയും കൊടുക്കാറുണ്ട്. കഹോ ക്യാ ഹാൽ ഹേ, പറയൂ എന്തുണ്ട് അവസ്ഥ, എന്തൊക്കെയുണ്ട് വിശേഷം. ബഹുത് ദിനോം സെ തുമ്നെ കോയി ഖത്ത് നഹി ലിഖ, കുറേ ദിവസങ്ങളായിട്ട് നീ ഒരു കത്തും എഴുതിയിട്ടില്ല. ഫോൺ പർ ബി തുംസെ ബാത്ത് നഹീം ഹുയി, ഫോണിലൂടെയും നിന്നോട് സംസാരമുണ്ടായിട്ടില്ല. ഷായദ് തുമാര ഫോൺ നമ്പർ ബദൽ ഗയാ ഹെ, ഒരു പക്ഷേ നിൻ്റെ ഫോൺ നമ്പർ മാറിയിട്ടുണ്ടാകും. ചിലപ്പോൾ, ഷായദ് എന്ന് പറഞ്ഞാൽ പെർഹാപ്സ്, ചിലപ്പോൾ, ഒരു പക്ഷേ എന്നൊക്കെയാണ് അർത്ഥം. തുമാര ഫോൺ നമ്പർ ബദൽ ഗയാ ഹെ, നിൻ്റെ ഫോൺ നമ്പർ മാറിയിട്ടുണ്ടാകും. ഇസ്ലിയെ ആജ് തുമേം ഖത്ത് ലിഖ്നെ ബെഡ് ഗയി, ഇസ്ലിയെ ഇക്കാരണത്താൽ ആജ് ഇന്ന് തുമേം നിനക്ക് ഖത്ത് ലിഖിനെ കത്ത് എഴുതാൻ വേണ്ടി ബൈഠ് ഗയി ഇരുന്നു. അബ് മൊബൈൽ ഫോൺ ഓർ ഇൻ്റർനെറ്റ് കാ ചലൻ ആം ഹെ, ഇന്ന് അബ് ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ചലനം എന്ന് പറഞ്ഞാൽ ചലനം, ആം ഹെ അതെന്താണ്, കോമൺ ആണ്, പൊതുവാണ്. മഗർ പക്ഷേ ഖത്ത് ലിഖിനെ ഓർ ഖത്ത് പഠിനെ കാ മസാഹി കുച്ച് ഓർ ഹെ, മഗർ പക്ഷേ ഖത്ത് ലിഖിനെ കത്ത് എഴുതുക, ഓർ ഖത്ത് പഠിനെ അല്ലെങ്കിൽ കത്ത് വായിക്കുക, അതിൻ്റെ ഖത്ത് ലിഖിനെ ഓർ ഖത്ത് പഠിനേക്ക മസ, അതിൻ്റെ ഒരു രസം, ഹി കുച്ച് ഓർ ഹെ അത് വേറെ തന്നെയാണ്. കത്ത് എഴുതുന്നതിൻ്റെയും കത്ത് വായിക്കുന്നതിൻ്റെയും രസം അത് വേറെ തന്നെയാണ്. ദൂർ ബൈഠേ ബി ലോഗ് ഏക് ദൂസരെ സെ മിൽ ലേത്തി ഹെ, വളരെ ദൂരത്തിരുന്ന് ജനങ്ങൾ മറ്റൊരാളെ കണ്ടുമുട്ടുന്നു. മില്ലേത്തെ ഹെ കണ്ടുമുട്ടുന്നു അല്ലേ. ഇത് കത്തിലൂടെ കണ്ടുമുട്ടുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരാൾ മറ്റൊരാൾക്ക് നമ്മൾ കത്ത് എഴുതുമ്പോൾ അതിൻ്റെ അക്ഷരങ്ങളിലൂടെ, പണ്ട് കാലത്ത് ഒരവസ്ഥ പറയാണ്, അതിൻ്റെ അക്ഷരങ്ങളിലൂടെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കത്ത് എഴുതിയാൽ, ഞാൻ എൻ്റെ ഉമ്മാക്ക് കത്ത് എഴുതിയാൽ, ആ ഉമ്മ ഞാൻ കത്ത് വായിക്കുമ്പോൾ ആ അക്ഷരങ്ങളിലൂടെ എന്നെ കാണുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. പൂരീനെ സഹി, പൂർണ്ണമല്ലെങ്കിലും, ആദി മുലാഖാത്ത് തോ ഹോ ഹി ജാത്തി ഹെ, ഒരു പകുതി കണ്ടുമുട്ടൽ ഉണ്ടാകുന്നു. ആദി എന്ന് പറഞ്ഞാൽ പകുതി. ആദി മുലാഖാത്ത് തോ ഹോ ഹി ജാത്തി ഹെ, ഒരു പകുതി കണ്ടുമുട്ടൽ ഉണ്ടാകുന്നു. അവിടെ മുലാഖാത്ത് ഹോജാന എന്നാണ്. മുലാഖാത്ത് ഹോജാന എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടൽ ഉണ്ടാവുക. അതിൻ്റെ അടിയിൽ ഒരു ഹീ കയറി വന്നു. ഹീൻ്റെ അർത്ഥം എന്താ, തന്നെ എന്നൊരർത്ഥത്തിൽ. അപ്പോൾ പൂരീനെ സഹി ആദി മുലാഖാത്ത് തോ ഹോ ഹി ജാത്തിയെ, പൂരീനെ സഹി പൂർണ്ണമല്ലെങ്കിലും, ആദി മുലാഖാത്ത് തോ ഒരു പകുതി കണ്ടുമുട്ടലാണെങ്കിലും, ആദി എന്ന് പറഞ്ഞാൽ ഹാഫ്, ഹോ ഹി ജാത്തിയെ അതുണ്ട്, പകുതി കണ്ടുമുട്ടൽ ഉണ്ടാകുന്നു. അതായത് ഒരു കത്തിലൂടെ നമ്മൾ എഴുതുമ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ അല്ലെങ്കിലും അതിലെ അക്ഷരങ്ങളിലൂടെ, അതിലെ എഴുത്തുകളിലൂടെ നമ്മൾ ഒരു പകുതി കണ്ടുമുട്ടൽ കത്ത് എഴുതുമ്പോൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത്ര മതി. വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഫസ്റ്റ് ക്ലാസ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ എടുത്ത് തന്നവരെ നിങ്ങൾ അർത്ഥം വെച്ച് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അയക്കുക. ഓരോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് എൻ്റെ ക്ലാസ് കേട്ട ശേഷം ഈ വീഡിയോ കണ്ട് കൃത്യമായി ഓരോ വാക്കും പദാനുപദം അർത്ഥം വെച്ച് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വോയിസ് അയക്കുക. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ എന്നും നമുക്ക് ഓരോ ക്ലാസ് കഴിഞ്ഞാൽ അത്
അർത്ഥം വെക്കണം. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.